കേരള ചരിത്രത്തിൻ്റെ തന്നെ ഗതി നിർണയിച്ച പ്രധാന സംഭവമാണ് വൈപ്പിൻ ദ്വീപിൻ്റെ ഉത്ഭവം. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ് വൈപ്പിൻകര ഉണ്ടായത്. എറണാകുളം ജില്ലയിലെ കടൽ തീരപ്രദേശമായ വൈപ്പിൻകര കടലിനും കായലിനും മധ്യേ തെക്ക് കൊച്ചി അഴി മുതൽ വടക്ക് കൊടുങ്ങല്ലൂർ അഴി വരെ 25 കിലോമീറ്റർ നീളത്തിലും 5 കിലോമീറ്റർ വീതിയിലും നീണ്ടുകിടക്കുന്നു. ഒരു നാടിൻ്റെ ചരിത്രം അവിടെ ആദ്യമായി അധിവാസമുറപ്പിച്ച മനുഷ്യവർഗത്തിൽ നിന്നും ആരംഭിക്കുന്നു. അതിനാൽ ചരിത്രാതീത കാലത്തിൻ്റെ അന്ധകാരത്തിൽ വെളിച്ചം പകരുന്ന ഉപാധിയാണ് സ്ഥലനാമങ്ങൾ. വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേ അറ്റത്ത് മുനമ്പത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെയും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളെയും ആണ് പള്ളിപ്പുറം എന്ന് വിളിക്കുന്നത്. 700 വർഷത്തിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ പള്ളിപ്പുറത്തിനെങ്കിലും കേരളത്തിൻ്റെ നൂറ്റാണ്ടുകളായുള്ള ചരിത്രവുമായി പള്ളിപ്പുറം എന്ന സ്ഥലനാമം ബന്ധപ്പെട്ട് കിടക്കുന്നു. പള്ളിപ്പുറം എന്ന പേരിൻ്റെ രൂപീകരണത്തിൽ പ്രധാനമായുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ്. 1503 മുതലാണ് പോർച്ചുഗീസുകാർ കൊച്ചി കേന്ദ്രമായി മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 1507 പള്ളിപ്പുറം കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായതോടെ കോട്ടയോട് ചേർന്ന് മാതാവിൻ്റെ നാമധേയത്തിൽ പള്ളി നിർമ്മിക്കുകയും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഫ്രാൻസിസ്കൻ മിഷണറിമാരെ നിയമിക്കുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ പട പള്ളിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ മാതാവിൻ്റെ അതിശയത്താൽ പള്ളിപ്പുറവും പരിസരങ്ങളും മഞ്ഞിനാൽ മൂടപ്പെടുകയും പട്ടാളം വഴിമാറിപ്പോകുകയും ചെയ്തു. പള്ളിയെയും പരിസരങ്ങളെയും മഞ്ഞുമൂടി സംരക്ഷിച്ച മാതാവിനെ പള്ളിപ്പുറത്തുകാർ അന്നുമുതൽ മഞ്ഞുമാതാവ് എന്ന് വിളിച്ചു തുടങ്ങി. പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തിൽ അൾത്താരയ്ക്ക് മേൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാതാവിൻ്റെ ചിത്രം പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഈ ചിത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. മാതാവിൻ്റെ തിരുമുഖം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നാലോചിച്ച് ചിത്രകാരൻ അസ്വസ്ഥനായി. അതുകൊണ്ട് ഫ്രെയിം തയ്യാറാക്കി ക്യാൻവാസ് അതിൽ ഉറപ്പിച്ചത് ശേഷം ചിത്രകാരൻ ഉറക്കറയിലേക്ക് പോയി. രാവിലെ ഉണർന്നപ്പോൾ ക്യാൻവാസിൽ മാതാവിൻ്റെ ചിത്രം ആരോ വരച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. വിശുദ്ധ ലൂക്ക വരച്ച മാതാവിൻ്റെ ചിത്രം പോലെയായിരുന്നു അത്. അദ്ദേഹം അതിൽ തൊട്ടുനോക്കിയപ്പോൾ ചായം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ അഭംഗിയോടെയാണ് ചിത്രം പള്ളിപ്പുറത്ത് എത്തിച്ചത്. മഞ്ഞുമാതാ പള്ളിയുടെ മുൻപിൽ പുഴയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മാതാവിൻ്റെ കപ്പേളയും പോർട്ടുഗീസ് നിർമ്മിതിയാണ്. ഈ കപ്പേളയിലെ മാതാവിൻ്റെ ചിത്രമാണ് വലിയ പ്രത്യേകത. എണ്ണച്ചായ ചിത്രമാണിത്. സമുദ്രത്തിലൂടെ ഒഴുകി വന്ന പള്ളിപ്പുറം കടൽ തീരത്തണഞ്ഞ ചിത്രമാണിത്. പിന്നീട് അത് ഈ കപ്പേളയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. 1875 എന്ന് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പേളയ്ക്ക് മുൻപിലെ കടവിൽ വച്ചാണ് ബോട്ടുകളും വലകളും വഞ്ചികളും ആശീർവദിക്കപ്പെടുന്നത്. പള്ളിയുടെ തെക്ക് ഭാഗത്തായി കാണുന്ന സെമിത്തേരി കപ്പേളയ്ക്കും ഐതിഹ്യമുണ്ട്. 1663 ഡച്ച് കപ്പൽ കടൽക്ഷോഭത്തിൽ തകർച്ചയുടെ വക്കിലെത്തി.
കപ്പലിലുണ്ടായിരുന്ന വിശുദ്ധ റോക്കിയുടെ രൂപത്തെ വിളിച്ചപേക്ഷിച്ച അവർ സുരക്ഷിതരായി പള്ളിപ്പുറം തീരത്തെത്തി. നന്ദി സൂചകമായി സെന്റ് റോക്കിയുടെ നാമധേയത്തിൽ കപ്പേള നിർമ്മിച്ചു. ഇപ്പോൾ ഈ കപ്പേളയുടെ മുൻപിൽ സെന്റ് റോക്കി എന്നും 1823 എന്നും എഴുതിയിരിക്കുന്നു. 1823 എന്ന വർഷം പുനർനിർമ്മിക്കപ്പെട്ട വർഷമാണ്. പോർച്ചുഗീസ് നിർമ്മിതിയുടെ മനോഹാരിതയും പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പള്ളിയുടെ ഉൾവശവും വിശ്വാസികൾക്ക് എന്നും അത്താണിയാണ്. 1931 നിർമ്മിച്ച ഇപ്പോഴത്തെ ദേവാലയം 2006 പുനരുദ്ധാരണം നടത്തുകയുണ്ടായി. 1800 വീടുകളിലായി 2200 കുടുംബങ്ങളും 10,000-ഓളം വിശ്വാസികളുമുള്ള ഈ ദേവാലയം കോട്ടപ്പുറം രൂപതയിലെ ഏറ്റവും വലിയ ഇടവകയാണ്. ചരിത്ര വിശ്വാസ പാരമ്പര്യങ്ങളുള്ള ഈ ദേവാലയത്തെ 2012 ഒക്ടോബർ 7 പരിശുദ്ധ സിംഹാസനം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ചു.